വാർത്തകൾ വിശദമായി നോക്കാം. തൃശൂർ അതിരപ്പിള്ളിയിൽ വീണ്ടും ജീവനെടുത്ത് കാട്ടാന. അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. വാഴച്ചാൽ ശാസ്താംപൂവം ഉന്നതിയിലെ സതീഷ്, അംബിക എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സംഘം പാറപ്പുറത്ത് കുടിൽ കെട്ടി വിശ്രമിക്കുന്നതിടെയായിരുന്നു കാട്ടാന കൂട്ടത്തിന്റെ ആക്രമണം. പ്രദേശത്തെ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സംഘം താൽക്കാലികമായി കുടിലൊരുക്കിയത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപം വഞ്ചിക്കടവിലെ പാറപ്പുറത്തായിരുന്നു. വന്യജീവികൾ വരാതിരിക്കുന്നതിന് കുടിലിനു മുന്നിൽ വിറകു കൂട്ടിയിട്ട് തീയിട്ടു. പക്ഷേ കനത്ത മഴയിൽ തീ കെട്ടതോടെ കാട്ടാനക്കൂട്ടം ഇവരുടെ കുടിലിനരികിൽ എത്തി ആക്രമണം നടത്തുകയായിരുന്നു. ആനയെ കണ്ടതോടെ 4 പേരും 4 ദിക്കിലേക്കോടി. ഇതിനിടയിൽ സതീഷിനെ ആന തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിയുകയായിരുന്നു. രക്ഷപ്പെട്ട് ചാലക്കുടിപ്പുഴ നീന്തിക്കടന്ന രമയും ഒപ്പമുണ്ടായിരുന്ന രവിയും രാത്രി മുഴുവൻ കാട്ടിൽ കഴിഞ്ഞുകൂടി. രാവിലെ തിരികെ എത്തിയപ്പോഴാണ് പാറപ്പുറത്ത് മരിച്ചുകിടക്കുന്ന സതീശനെ കണ്ടത്. പിന്നാലെ ചാലക്കുടിപ്പുഴയോട് ചേർന്ന് അംബികയുടെ മൃതദേഹവും കണ്ടെത്തി. ആന ഒന്നും ഞങ്ങൾ കണ്ടില്ല. രാത്രി തീ കത്തിച്ചിട്ട് പിന്നെ രാത്രി ചെറിയ മഴ ഉണ്ടായല്ലോ, അത് തീ വിട്ടുപോയി. പിന്നെ ഞങ്ങൾ ഞാനിതില് നീന്തി ഓടി അവിടെ ചെന്നു. അപ്പോഴത്തേക്കും കൊച്ച് ഇതില് നീന്തി അപ്പുറത്തേക്ക് ചെന്നു. അക്കരെ ഇരുന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഇവിടുന്ന് നീന്തി അങ്ങോട്ട് പോകാൻ. അപ്പൊ ഇവര് രണ്ടാളും ഇവിടെ ഉണ്ടായി. അതിരപ്പള്ളി അടച്ചിൽ തൊട്ടിയിൽ കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ 20 വയസ്സുള്ള സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടിരുന്നു. 3 മരണങ്ങൾ മേഖലയിൽ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ റൂറൽ ലിസ്റ്റ് ഡിവൈഎസ്പി തലത്തിലുള്ള അന്വേഷണത്തിന് നിർദ്ദേശിച്ചു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതേസമയം പ്രദേശത്തെ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.